ഐസ്ക്രീം കഴിച്ചിട്ട് സ്റ്റിക്ക് കളക്ട് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായേ. ഇപ്പം നമുക്കിത് ഇത്രയും സ്റ്റിക്കുണ്ട്. ഇത് വെച്ച് നമുക്കിന്നൊരു ക്രാഫ്റ്റ് ചെയ്താലോ? സംഭവത്തിന് ഗ്ലൂവും പെയിൻറ്റും ഒന്നും ആവശ്യമില്ല. കാരണം തന്നെ വേഗം ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ് സംഭവം. പിന്നെ കുറച്ച് നൂലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നൂലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാത്തിലും ഇതുപോലെ പാറ്റേൺ വരച്ചെടുക്കാം. ഇഷ്ടമുള്ള പാറ്റേണൊക്കെ വരച്ചെടുക്കാവേ. എനിക്ക് ഈ പാറ്റേൺ വരയ്ക്കൽ പരിപാടി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സെയിം കളറിൽ തന്നെ ഞാൻ കുറച്ച് നൂലെടുത്തിട്ടുണ്ട്. എല്ലാം സെയിം മെഷർമെൻറ്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം നമുക്ക് ഒരു സ്റ്റിക്കിലോട്ട് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഈ സ്റ്റിക്കിൽ ഞാൻ പാറ്റേൺ ഒന്നും വരച്ചില്ല കേട്ടോ. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ ചുമ്മാ പാറ്റേൺ വരച്ചില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ നൂലും കൂടെ ഇതുപോലെ ലോക്കിട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ സ്റ്റിക്ക് ഫുള്ളായിട്ട് ഇതുപോലായി. ഇനി നമുക്ക് ഈ സ്റ്റിക്കിൻ്റെ മേലോട്ട് ഓരോ സ്റ്റിക്കും നമുക്കിതുപോലെ കെട്ടിക്കൊടുക്കാവേ. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ വരാൻ പോകുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ഗിവ് അവേ എപ്പോഴാണ് നടത്തുന്നില്ലേ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഉടൻ തന്നെ ഒരു ഗിവ് അവേ വരും. അത് കാരണം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. മിക്കവാറും ഈ വീക്ക് തന്നെ കാണും കേട്ടോ. ഇതേ നമ്മുടെ ഫൈനൽ ലുക്ക് നോക്ക്. സംഭവം കിടുവായില്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.